നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അഭിനയം കൊണ്ട് മലയാളികളെ ഞെട്ടിക്കുന്ന നടനാണ് മമ്മൂട്ടി. ബ്രഹ്മയുഗത്തിലെയും അടുത്തിടെ റിലീസായ ടർബോയിലും അടക്കം പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് മമ്മൂട്ടി എന്ന 73-കാരന്റെ പ്രകടനം. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ നടനെന്ന നിലയിൽ തന്റെ കരിയർ ആരംഭിച്ചതിനെക്കുറിച്ചും തന്റെ ഭാര്യ സുൽഫത്തിനെ കുറിച്ചും ഒക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ് നടൻ. ഭാര്യ സുൽഫത്തിന് ആദ്യം താൻ അഭിനയിക്കാൻ പോകുന്നതിൽ ചെറിയ ആഗ്രഹമില്ലായ്മ ഉണ്ടായിരുന്നതായും പിന്നീട് തന്നെ പിന്തുണയ്ക്കാൻ തുടങ്ങിയെന്നും മമ്മൂട്ടി പറഞ്ഞു. ഖാലിദ് അൽ അമീരിയുമായുള്ള അഭിമുഖത്തിലാണ് വ്യക്തി ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞത്. കുഞ്ഞായിരിക്കുമ്പോൾ താൻ ആദ്യം കണ്ട സിനിമ തൊട്ട് തന്റെ ഉള്ളിൽ ഒരു അഭിനേതാവ് ഉണ്ടായിരുന്നെന്നും മമ്മൂട്ടി അഭിമുഖത്തിൽ പറയുന്നു. ഒരു 7-8 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്കൊരു അഭിനേതാവാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതേ ആഗ്രഹവും പാഷനും ഇൻഡസ്ട്രിയിൽ എത്തുന്നതുവരെ ഉണ്ടായിരുന്നു. താൻ നിയമമായിരുന്നു പഠിച്ചിരുന്നത്. അതിന് പിന്നാലെ തന്നെ വീണ്ടും അഭിനയമോഹം വീണ്ടും തലപൊക്കി 1979 വിവാഹിതനുമായി. എന്നാൽ അതിനുശേഷം പതുക്കെ സിനിമയിൽ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. MD വാസുദേവൻ നായരുമായി അവിചാരിതമായുള്ള ഒരു കൂടിക്കാഴ്ച നടന്നതിന് പിന്നാലെയാണ് തനിക്ക് സിനിമയിൽ നായകനായി അവസരം ലഭിച്ചു തുടങ്ങിയത്. MDയുമായി സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ തന്റെ അഭിനയിക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളും കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടുവെന്നും മമ്മൂട്ടി പറഞ്ഞു. അദ്ദേഹം തനിക്ക് അവസരങ്ങൾ തന്നു, അങ്ങനെയാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്നും മമ്മൂട്ടി പറഞ്ഞു. താൻ ഒരു അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന കാലത്ത് തനിക്ക് അഭിനയ മോഹം കൂടുതൽ വന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു. തുടക്കത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുൽഫത്ത് കുറച്ച് കടുംപിടുത്തം പിടിച്ചിരുന്നു. എന്നാൽ അവൾക്ക് എന്നെ ഇഷ്ടമാണ്, സ്വാഭാവികമായും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടും. 42 വർഷമായി ഞാൻ സിനിമാ മേഖലയിലുണ്ട്. അത്രയും കാലമായി അവൾ എന്നെയും സഹിക്കുന്നുണ്ട്. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു മമ്മൂട്ടിയുടേതും സുൽഫത്തിൻ്റെതും. 1979 ഇരുവരും വിവാഹിതരായത്. 2 മക്കളാണ് ഇവർക്കുള്ളത്. മൂത്ത മകൾ സുർമിയാണ്. മകൻ ദുൽഖർ സൽമാൻ ബോളിവുഡിലും തെന്നിന്ത്യയിലും അടക്കം തിരക്കുള്ള നടനാണ്. അടുത്ത കാലത്തായി മമ്മൂട്ടി സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ പുലർത്തുന്ന ജാഗ്രതയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഉണ്ട, ഭീഷ്മപർവം, റോഷാക്ക്, നൻപകൽ നേരത്തെ, മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ ദ കോർ, ബ്രഹ്മയുഗം, പുഴു, അബ്രഹാം ഓക്സ്ലർ, ടർബോ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഒരിക്കലും സാമ്യം തോന്നാത്ത വിധത്തിലുള്ള കഥാപാത്രങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷാ ചിത്രങ്ങളിലും മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. തെലുങ്കുവിൽ YS രാജശേഖര റെഡ്ഡിയുടെ കഥ പറഞ്ഞ യാത്ര 2 എന്നീ ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.